ലൈംഗികാരോപണ കേസിൽ അതിജീവിതയുമായുള്ള ബന്ധം സമ്മതിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പല സ്ഥലങ്ങളിൽ വെച്ച് അതിജീവിതയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് രാഹുൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിലാണ് രാഹുൽ ഇക്കാര്യങ്ങൾ സമ്മതിക്കുന്നത്. രാഹുലിനെതിരായ പരാതിയിൽ അതിജീവിത പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി സമ്മതിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഇപ്പോൾ രാഹുലിന്റെ ജാമ്യ ഹർജിയിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ ഇത്തരത്തിൽ ഫോൺ സംഭാഷണത്തിൽ കേട്ടതിനേക്കാൾ വലിയ ആരോപണങ്ങളാണ് നമ്മൾ എഫ്ഐആറിൽ കണ്ടത്. ഇപ്പോൾ അതൊക്കെ ഭാഗികമായി സമ്മതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, അതായത് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ഇക്കാര്യങ്ങൾ, അതായത് അതിജീവിത നൽകിയിട്ടുള്ള പരാതി, ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ പകുതിയും ശരിയാണ് എന്നുള്ള കാര്യം രാഹുൽ സമ്മതിക്കുന്നു ഈ ഹർജിയിലൂടെ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം എടുത്തു പറയേണ്ടത്. അതായത് ഈ അതിജീവിതയുമായി തനിക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം രാഹുൽ അംഗീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അതിജീവിതയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും രാഹുൽ സമ്മതിക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ രാഹുൽ സമ്മതിക്കുന്നു എന്നതിന് തുല്യമാണ് അക്കാര്യം എന്ന് പറയുന്നത്. വിവിധ ഇടങ്ങളിൽ വെച്ച് വിവിധ തവണ ഞങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് രാഹുൽ ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടി, ആ അതിജീവിത ഗർഭിണിയായ വിവരം പോലും രാഹുലിന് കൃത്യമായി അറിയാമായിരുന്നു. അതും ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ നിന്നും നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. അതിന് ശേഷം ആ ഗർഭചിത്രം നടത്തിയത്, അതായത് ഗർഭം അലസിപ്പിക്കൽ നടത്തിയത് ആ പെൺകുട്ടി സ്വന്തം നിലയ്ക്കാണ് എന്നാണ് രാഹുൽ ഇതിൽ പറയുന്നത്. അപ്പോൾ ഗർഭചിത്രം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ രാഹുലിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ പക്ഷേ ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു. ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ തലയിൽ അതിന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം കൊണ്ട് എത്തിക്കുക എന്നുള്ളൊരു നീക്കമാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ നടത്തിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ ഉയർന്നു വരാൻ കാരണം എന്ന് പറയുന്നത് CPIM-ഉം BJP-യും തമ്മിലുള്ള നെക്സസ് കാരണമാണ്. ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ പരാതി ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. പക്ഷേ ഇവിടെ പരാതി നൽകിയ വ്യക്തി ആരാണ് എന്നുള്ളതും നോക്കേണ്ടതുണ്ട്. രാഹുലിന് വേണ്ടി ആ കോടതിയിൽ ഈ ജാമ്യ ഹർജി നൽകിയത് BJP RSS അഭിഭാഷകനായിട്ടുള്ള അഭിഭാഷകൻ ശേഖറാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഈ പരാതി അല്ലെങ്കിൽ ഈ ഹർജിയിൽ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ രാഹുൽ സമ്മതിച്ചു വെക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയുമാണ്. ശ്രീനിധി, ഷിജ, നമുക്കറിയാം ഇത്തരത്തിൽ ഫോൺ സംഭാഷണങ്ങളും വാട്സപ്പ് ചാറ്റുകളും ഒക്കെ പുറത്തു വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി രാഹുൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുവരെ പരാതി ഉണ്ടായിട്ടില്ല എന്നത് ഒരു കാര്യം. രണ്ടാമതായി പറഞ്ഞു വെച്ചൊരു കാര്യം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പരാതിയാണ് എന്നതാണ്. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പെൺകുട്ടി തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുന്ന ഒരു കാഴ്ച. ആ പരാതിയിൽ തന്നെ നമ്മൾ ആ FIR-ൽ കണ്ടതാണ് എത്രത്തോളം ഗുരുതരമായ ആരോപണമാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഫോൺ സംഭാഷണത്തിൽ കേട്ടതിനേക്കാൾ വലിയ ആരോപണങ്ങളാണ് ആ FIR-ൽ ഉള്ളത്. എന്നാൽ അതിനെയൊക്കെ ആ കുറ്റം സമ്മതിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ രാഹുലിന്റെ ജാമ്യ ഹർജിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷീജ, തീർച്ചയായും ആ കാര്യങ്ങൾ തന്നെയാണ് ആ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഭാഗികമായി രാഹുൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിലൂടെ സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന്, ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം രാഹുൽ അംഗീകരിക്കുന്നു, സ്ഥിരീകരിക്കുന്നു. മറ്റൊന്ന്, ഈ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും രാഹുൽ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ പിന്നെ ആ പെൺകുട്ടിയുടെ പരാതിയിൽ തുടർന്ന് പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏതായാലും മറ്റു കാര്യങ്ങൾ രാഹുൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഈ രണ്ട് കാര്യങ്ങൾ രാഹുൽ സമ്മതിക്കുന്നതിലൂടെ ആ പരാതി ഭാഗികമായി രാഹുൽ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കേണ്ടത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന മറ്റൊരു വിവരം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കും എന്നുള്ളത് രാവിലെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും DGP അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ACP VS ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. മേൽനോട്ട ചുമതല DCP ദീപക് ദിനകരനും നൽകിക്കൊണ്ടാണ് പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം ഉടൻ തന്നെ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ശ്രീനിധി.
ശരി, ലൈംഗികാരോപണ കേസിൽ അതിജീവിതയുമായുള്ള ബന്ധം സമ്മതിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പല സ്ഥലങ്ങളിൽ വെച്ച് അതിജീവിതയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് രാഹുൽ പറയുന്നു. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിലാണ് രാഹുൽ ഇക്കാര്യങ്ങൾ സമ്മതിക്കുന്നത്. രാഹുലിനെതിരായ പരാതിയിൽ അതിജീവിത പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി സമ്മതിച്ചിരിക്കുകയാണ് രാഹുൽ. അതിജീവിത ഗർഭിണിയായതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് ജാമ്യാപേക്ഷയിൽ പറയുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും പുറത്തു വരുന്നത്. നേരത്തെയൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞത് പരാതി വരട്ടെ, മാത്രമല്ല ഇത്തരത്തിൽ പരാതികളൊക്കെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നതാണ്. ഇപ്പോൾ പരാതി പുറത്തു വന്നിരിക്കുന്നു. ആ FIR-ൽ കണ്ടത് അത്രയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പിന്നീട് പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരാതി എന്നതാണ്. എന്നാൽ ഇപ്പോൾ രാഹുലിന് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഒരു BJP അഭിഭാഷകനാണ്. അങ്ങനെ ഓരോ വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.